ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് പേപ്പർ, ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. 18th ലോക്സഭയുടെ ഇലക്ഷനോടൊപ്പം 4 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ ഒരുമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. 18th ലോക്സഭ ഇപ്പോൾ ഇലക്ഷൻ കൗണ്ടിംഗ് ഇറ്റ് വിൽ ബി ഹെൽഡ് ടുമോറോ June 4. അതിനൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് 4 സ്റ്റേറ്റ് ഇലക്ഷൻസ് നടന്നു. സിക്കിം, അരുണാചൽ പ്രദേശ്, ഇങ്ങനെ 2 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളും, സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശും, അതുപോലെ ഈസ്റ്റ് ഇന്ത്യയിലെ ഒഡീഷയും, ഇങ്ങനെ 4 സ്റ്റേറ്റുകളിലെ ഇലക്ഷനും ഒരുമിച്ച് നടന്നിരുന്നു. അതിൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഇലക്ഷന്റെ റിസൾട്ടും അതുപോലെ ഒഡീഷ സ്റ്റേറ്റ് ഇലക്ഷന്റെ റിസൾട്ടും നാളെ ലോക്സഭ 18th ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ട്സിനൊപ്പം മാത്രമേ വരുള്ളൂ. അതേസമയത്ത് നോർത്ത് ഈസ്റ്റ് 2 ടൈനി സ്റ്റേറ്റുകളായിട്ടുള്ള അരുണാചൽ പ്രദേശിന്റെയും അതുപോലെ സിക്കിമിന്റെയും ഇലക്ഷൻ റിസൾട്ട് ഇന്നലെ തന്നെ കൗണ്ട് ചെയ്തു. June 1 തന്നെ കൗണ്ട് ചെയ്തു. റിസൾട്ട് വന്നു. പിന്നീട് June 2 തന്നെ കൗണ്ട് ചെയ്തു, റിസൾട്ട് വന്നു. രണ്ടിടത്തും ഇൻകുംബന്റ് ഗവൺമെന്റുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ, അതായത് ഭരണ തുടർച്ച കിട്ടി 2 സ്റ്റേറ്റുകളിലും. അതായത് അരുണാചൽ പ്രദേശ് ഭരിക്കുന്നത് BJP ആയിരുന്നു. BJP തന്നെ അവിടെ വീണ്ടും അധികാരത്തിൽ വരികയാണ്. പേമ ഖണ്ഡു എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ഈസ് അഗെയിൻ ഗോയിങ് ടു റൂൾ അരുണാചൽ പ്രദേശ്. അതാണ് ആദ്യത്തെ ബിഗ് ന്യൂസ് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ പേമ ഖണ്ഡു ആണ്. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ അറിയാമല്ലോ, ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഇറ്റാനഗർ. ചൈനയുമായിട്ട് ബോർഡറുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സ്റ്റേറ്റ് ആണ്. അരുണാചൽ അവരുടേതാണെന്നാണ് അവരുടെ മാപ്പിൽ വരെ അവർ കാണിക്കുന്നത്. അപ്പം അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. വളരെ സ്മോൾ ആണ്, പോപ്പുലേഷൻ വളരെ കുറവാണ്. നമ്പർ ഓഫ് MLA-മാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. എന്താ, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മളുടെ MLA-മാരുടെ എണ്ണം ഡിസൈഡ് ചെയ്യുന്ന. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, the member of legislative assemblies and member of parliament both are decided on the ബേസിസ് ഓഫ് പോപ്പുലേഷൻ. സോ അരുണാചൽ പ്രദേശിൽ പോപ്പുലേഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെ വളരെ ചെറുതാണ്. അപ്പൊ പേമ ഖണ്ഡു വീണ്ടും BJP അവിടെ അധികാരത്തിലേക്ക് നയിക്കുന്നു. അരുണാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വീണ്ടും അദ്ദേഹം മാറുന്നു. ഇനി സിക്കിം ഭരിക്കുന്ന, സിക്കിമിൽ അരുണാചൽ പ്രദേശ് പോലെ അല്ല, BJPക്ക് യാതൊരു പ്രസൻസും ഇല്ലാത്ത സ്റ്റേറ്റ് ആണ്. BJPക്ക് 0 സീറ്റാണ് കിട്ടിയത് സിക്കിമിൽ. അതേപോലെ കോൺഗ്രസും അതിന്റെ സെയിം തന്നെയാണ് അവസ്ഥ. കോൺഗ്രസിന് അരുണാചൽ പ്രദേശിൽ ഒരു സീറ്റും ഇല്ല, ഒരു സീറ്റ് അങ്ങോട്ട് കിട്ടി. സിക്കിമിലും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ സിക്കിം റൂൾ ചെയ്യാൻ പോകുന്നത് സിക്കിമിലെ തന്നെ ഒരു എന്താ പറയുക റീജിയണൽ പാർട്ടി SKM ആണ്. SKM എന്ന് പറയുന്നത് സിക്കിം ക്രാന്തികാരി പാർട്ടി എന്നങ്ങനെയാണ് അതിന്റെ പേര്. അതിന്റെ എക്സ്പാൻഷൻ ഇവിടെ എവിടെയെങ്കിലും കാണും. സിക്കിം ക്രാന്തികാരി പാർട്ടി എന്നാണെന്ന് എന്റെ ഓർമ്മ. അതെ, സിക്കിം ക്രാന്തികാരി മോർച്ച. പാർട്ടിയാണല്ലോ, മോർച്ചയാണ്. സിക്കിം ക്രാന്തികാരി മോർച്ച എന്നാണ് ആ പാർട്ടിയുടെ പേര്. SKM, സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് അവിടെ വിൻ ചെയ്തത്. എവിടെയാണ് വിൻ ചെയ്തത്? പിന്നീട് സിക്കിം വിൻ ചെയ്തത്. അപ്പം അതും അറിഞ്ഞിരിക്കുക. ഈ 2 സ്റ്റേറ്റുകൾ റിസൾട്ട് വന്നു. ഓക്കെ, അപ്പോ സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രേം സിംഗ് തമാങ് ആണ്. പ്രേം സിംഗ് തമാങ്. ഇനി നമ്മൾ നാളെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അതിന്റെ എക്സിറ്റ് പോൾ പ്രഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സൺഡേയിൽ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. എക്സിറ്റ് പോൾ പ്രഡിക്ഷൻസ് തെറ്റിയ ചരിത്രമുണ്ട്. അവിടെ തന്നെ വേറെ ന്യൂസ് കാണാം. മോഡി റിവ്യൂസ് 100-day അജണ്ട ഫോർ ന്യൂ ഗവൺമെന്റ്. എക്സിറ്റ് പോളുകളുടെയൊക്കെ കോൺഫിഡൻസിലായിരിക്കണം നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന പ്രതീക്ഷയിലാണ്. ആഫ്റ്റർ നെഹ്റു, ഹിസ് ബിലീഫ് ഈസ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു റൂൾ ഇന്ത്യ ഫോർ ദ 3rd consecutive term. അത് അങ്ങനെ നെഹ്റുവിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ ഇന്ത്യയിൽ 3 തവണ തുടർച്ചയായിട്ട് പ്രൈം മിനിസ്റ്റർ ആവാൻ. അപ്പൊ ആ ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതീക്ഷയിൽ അടുത്ത 100 ദിന അജണ്ട 100 days ഇൻ ഇന്ത്യ എങ്ങനെ ഈ പുതിയ ഗവൺമെന്റ് എങ്ങനെ ഭരിക്കണം എന്നുള്ള അതിന്റെ റിവ്യൂ വരെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അസാം ഫ്ലഡ്സ്, ഓവർ 6 lakh people affected. അസാമിൽ ഫ്ലഡ് അവർക്കൊരു പുത്തരിയല്ല. നമ്മൾ കേരളക്കാർക്ക് ആകെപ്പാട് 2 ഫ്ലഡേ നമ്മളുടെ ഓർമ്മയിലുള്ളൂ. പണ്ടം കണ്ടതിന് മുമ്പ് നമ്മളുടെ അപ്പൂപ്പന്മാരെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ഫ്ലഡ് ചിലപ്പോൾ ഈ ഓഗസ്റ്റിൽ സാധ്യതയുണ്ടെന്ന് IMDയുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രഡിക്ഷനും ഉണ്ട്. പക്ഷെ ആസാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലഡാണ്. എല്ലാ വർഷവും ആസാമിൽ ഫ്ലഡ് അതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. ആസാമിന്റെ സോറോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കമാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത്. അപ്പം രമാൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെയാണ്. അതില് ആസാമില് അതിന്റെ ബേസിലാണ് ഇപ്പം ഫ്ലഡ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ
കേജ്രിവാൾ, അരവിന്ദ് കേജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ ലീഡറും ഡൽഹി ചീഫ് മിനിസ്റ്ററുമായ അരവിന്ദ് കേജ്രിവാളിന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കൊടുത്തിരുന്ന സമയം എന്തിന് ബെയിൽ കൊടുത്തിരുന്നത്, ജാമ്യം കൊടുത്തിരുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനായിരുന്നു. ജൂൺ 1 ലാസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജൂൺ 2 അദ്ദേഹം ജയിലിൽ സറണ്ടർ ആവണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി അദ്ദേഹം സറണ്ടർ ആയി. അതാണ് വേറൊരു ന്യൂസ്. പിന്നെ ബാക്കിയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്, അവിടെ ഒന്നും പറയാനില്ല. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നുമില്ല, പറയാനൊന്നുമില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ, ശാന്തി നികേതൻ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. ആ ന്യൂസ് അല്ല ഇവിടെ ഉള്ള. അമുലിനെ കുറിച്ചൊരു, അമുൽ മിൽക്കിന്റെ പ്രൈസ് കൂട്ടിയതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പക്ഷെ അമുൽ മിൽക്കിന്റെ പ്രൈസ് കൂട്ടിയതല്ല നമ്മളുടെ പ്രശ്നം. അമുലിനെ കുറിച്ചൊരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അമുൽ എന്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അമുൽ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത് ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മഹാൻ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹത്തിന് എന്റെ പയനിയറിംഗ് എഫേർട്സ് ആയിരുന്നു അമുലിന്റെ ഫൗണ്ടേഷന് കാരണം. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് കുര്യൻ എന്നാണ്. വർഗീസ് കുര്യൻ മരിച്ചുപോയി കുറച്ച് 7-8 വർഷം മുമ്പ്. വർഗീസ് കുര്യന് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നും പറയാറുണ്ട്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ മാൻ ബിഹൈൻഡ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നും പറയാറുണ്ട്. വൈറ്റ് റെവല്യൂഷന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ്. ഇന്ത്യയിൽ മിൽക്കിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വിപ്ലവമാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അദ്ദേഹമാണ് അമുലിന്റെയും ബാക്കിൽ പ്രവർത്തിച്ചത്. അമുൽ ഗുജറാത്തിലെ ആനന്ദിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ് ആണ് അമുൽ എന്ന് പറഞ്ഞാൽ. അമുലിന്റെ എക്സ്പാൻഷൻ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ഇപ്പൊ അമേരിക്കയിൽ വരെ അവർ സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കയിൽ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച. അതിനെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ പിന്നീട് കർണാടകത്തിലെ MLC പോളുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ MLC പോളിനെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കാണുമ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് പുതിയ ആൾക്കാർ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ്. എല്ലാ വീഡിയോ ഒരേ ആൾക്കാരല്ലല്ലോ വാച്ച് ചെയ്യുന്നത്. MLC മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമുക്ക് ഇനി കേരളത്തില് MLC ഇല്ല, MLA മാത്രമേ ഉള്ളൂ. കാര്യം നമുക്ക് ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. പക്ഷെ കർണാടകത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ ഈ 3 എണ്ണത്തിലും, തമിഴ്നാട്ടിലും കേരളത്തിനെ പോലെയാണ് MLA മാത്രമേ ഉള്ളൂ. ബാക്കി 3 സ്റ്റേറ്റുകൾ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക, ദേ ആർ ഹാവിംഗ് ബൈക്യാമറൽ ഹൗസ്. ബൈക്യാമറൽ ഹൗസ് ആകുമ്പോഴത്തേക്ക് അവിടെ 2 ഹൗസസ് കാണും. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കാണും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണും. ഹൗസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇനി നെക്സ്റ്റ് പേജിൽ പോകുന്നു. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽസ് 2 ഉണ്ട്. രണ്ടും അത്ര വലിയ പാടുള്ള എഡിറ്റോറിയൽസ് ഒന്നും അല്ല. ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഫോർ എ കൺസെൻസസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഫോർ എ കൺസെൻസസ്. ഫോർ എ കൺസെൻസസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലിന്റെ തുടക്കം തന്നെ ഇലക്ഷൻ ഷുഡ് നോട്ട് പ്രോംപ്റ്റ് പൊളിറ്റീഷ്യൻസ് ടു ബ്രേക്ക് കൺസെൻസസ് ഓൺ ഫോറിൻ പോളിസി എന്നുള്ളതാണ്. ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷന്റെ സമയത്ത് പ്രത്യാരോപണങ്ങൾ ഉണ്ടായി. റൂളിംഗ് പാർട്ടിയായ BJPയുടെ ഭാഗത്ത് നിന്ന് അതിന് നേതൃത്വം കൊടുത്തത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓപ്പോസിഷൻ പാർട്ടിയായ കോൺഗ്രസിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും ഭാഗത്ത് നിന്ന് രണ്ടുപേരും അതിൽ മോശമായില്ലെന്നാണ് പറയുന്നത് ഹിന്ദു എഡിറ്റോറിയൽ. 2 സ്പെസിഫിക് ആയിട്ടുള്ള 2 ഇൻസിഡൻസും ഹിന്ദു എഡിറ്റോറിയലിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്ന കച്ചത്തീവ് എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ച് ആണ്. കച്ചത്തീവ് അന്നത് ഭയങ്കര വാർത്തയായതാണ്. പക്ഷേ കച്ചത്തീവ് എന്തായാലും ഇന്ത്യക്ക് നഷ്ടം തന്നെയാണ്. കച്ചത്തീവ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കച്ചത്തീവ് എന്ന് പറയുന്നത്. ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലാണ് ഈ കച്ചത്തീവ് കിടക്കുന്നത്. കച്ചത്തീവ് ഇന്ത്യയുടെ കയ്യിലായിരുന്നു. ആക്ച്വലി ഇന്ത്യ ആയിരുന്നു അത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ബ്രിട്ടീഷുകാരുടെ പീരീഡിലും രാജാക്കന്മാരുടെ പീരീഡിലും ഒക്കെ അത് കൈവശം വെച്ചുകൊണ്ടിരുന്നത്. ഈ കച്ചത്തീവ് ഐലൻഡ് തമിഴ്നാട്ടിൽ നിന്നുള്ള മീൻപിടുത്തക്കാർ അവർക്ക് വിശ്രമിക്കാനും വലകൾ ഉണക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു.
പക്ഷേ 1974 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കച്ചത്തീവിന്റെ മുകളിലുള്ള അവകാശവാദ ഇന്ത്യ ഉപേക്ഷിക്കുകയും അത് യൂണിലാറ്ററലി ശ്രീലങ്കയുടെ ഇതാണെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ അന്നത്തെ DMKയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കരുണാനിധി അതിനെ ഒപ്പോസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ ഒപ്പോസിഷനൊന്നും വിലപ്പോയില്ല, കച്ചത്തീവിന് ശ്രീലങ്കയ്ക്ക് കൊടുത്തു. ഇപ്പോ ശ്രീലങ്കയുടെ കയ്യിലാണ് 76 77 സബ്സിക്വന്റ് ആയിട്ടുള്ള എഗ്രിമെന്റും കൂടെ ഉണ്ടാക്കി പൂർണ്ണമായിട്ട് അവരുടെ നേതൃത്വത്തിലാക്കി. ആദ്യം ശ്രീലങ്കയ്ക്ക് കൊടുത്തെങ്കിലും ഇന്ത്യൻ ഫിഷർമെനെ ഉപയോഗിക്കാൻ വരുന്നു എന്നായിരുന്നു എഗ്രിമെന്റ്. പക്ഷെ 2 വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിലായി. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളുടെ തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നുള്ള മീൻപിടുത്തക്കാർ പലപ്പോഴും അറിയാതെ ഈ കച്ചത്തീവിന്റെ ഏരിയയിൽ അങ്ങനെ പെട്ടാൽ അപ്പോഴേ ശ്രീലങ്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ശ്രീലങ്കൻ നേവി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയാണ്. ഇപ്പോഴും ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ഫിഷർമെൻ ഫ്രം തമിഴ്നാട് ആർ ഇൻ ദ പ്രിസൻസ് ഓഫ് ശ്രീലങ്ക. അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കച്ചത്തീവ് എന്ന് പറയുന്ന ആ ഒരു വിഷയം. ഓക്കെ, അപ്പൊ അത് കച്ചത്തീവ് അങ്ങനെ ശ്രീലങ്കയ്ക്ക് ചുമ്മാതെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊന്നും ഡിസ്കഷൻ നടത്താതെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ആരോപണം ഉണ്ടായത്. ശ്രീലങ്കയ്ക്ക് അത് അപ്പം തന്നെ ഒരു ഡിസ്കംഫർട്ടും ഉണ്ടായി. കാരണം ശ്രീലങ്ക പ്രതികരിക്കുകയും ചെയ്തു. അതിൽ കച്ചത്തീവിനെ റിട്രീവ് ചെയ്യാനൊന്നും ഇന്ത്യ വിചാരിച്ച പറ്റത്തില്ല, അത് ശ്രീലങ്കയുടേതാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഇന്ത്യ കൊടുത്തതാണ്, ഇത് തിരിച്ചോടെന്ന് പറഞ്ഞാൽ നാണക്കേടല്ല. ഇനി ആകപ്പാടെ ചെയ്യാൻ പറ്റുന്ന ശ്രീലങ്ക ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ്. അവരുമായിട്ട് സംസാരിച്ചിട്ട് കച്ചത്തീവ് ഇന്ത്യക്കും കൂടെ യൂസ് ചെയ്യാൻ, ആദ്യം അങ്ങനെയായിരുന്നു, കൊടുത്തതിന് ശേഷം 2-3 വർഷം ഇന്ത്യക്ക് കൂടെ യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പിന്നെ അതും വേണ്ടാന്ന് വെച്ചു ഇന്ത്യ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. അപ്പൊ ആ അവകാശമെങ്കിലും മേടിച്ചെടുത്താൽ നമ്മളെ ഫിഷർമെന്റിന് അത് സൗകര്യമാവും, അവരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരത്തില്ല. അതേ ചെയ്യാൻ പറ്റും, അല്ല നമ്മൾ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. ശ്രീലങ്കയിൽ ചൈനക്കാരുടെ പ്രസൻസ് വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവിടുത്തെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല അസറ്റ്സും അവരുടെ കൈകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ രാമേശ്വരത്ത് നിന്ന് ഒരു വിളിപ്പാടകല മാത്രമുള്ള ശ്രീലങ്കയിൽ ചൈനീസ് പ്രസൻസ് കൂടിയാൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾക്ക് അത് വളരെ ഡിട്രിമെന്റൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു ഇമോട്ടീവ് വിഷയം കൊണ്ടുവന്ന് ശ്രീലങ്കക്കാരെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിച്ചാൽ ചൈനയുടെ ഡോമിനൻസ് അവിടെ കൂടാൻ സാധ്യതയുണ്ട്. നമുക്കത് തന്ത്രപരമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് വളരെ ദോഷം ചെയ്യും, സ്ട്രാറ്റജിക്കലി നോക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയം ഉയർത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ ആയിട്ട് കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും പറഞ്ഞത്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015 ബംഗ്ലാദേശുമായിട്ടൊരു ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് ഉണ്ടാക്കി. 2015 ബംഗ്ലാദേശ്, ഏത് രാജ്യം അറിഞ്ഞിരിക്കണം, ബംഗ്ലാദേശുമായിട്ട്. അതിന് ലാൻഡ് സ്വാപ്പിംഗ് എഗ്രിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലാൻഡ് സ്വാപ്പിംഗ് എഗ്രിമെന്റ്. ഈ ലാൻഡ് സ്വാപ്പിംഗ് എഗ്രിമെന്റ് എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം ഇന്ത്യയുടെ കുറച്ച് ലാൻഡ് അങ്ങോട്ടും കൊടുത്തു, ബംഗ്ലാദേശിന്റെ കുറച്ച് ലാൻഡ് ഇങ്ങോട്ടും തന്നു. അപ്പൊ സ്വാപ്പിങ്ങിന്റെ ബേസിൽ ആ ഒരു എഗ്രിമെന്റ് കംപ്ലീറ്റ് ആവുന്നത്. അതുവഴി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഉള്ള ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. അവരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കും. ഇപ്പൊ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് നോ ബൗണ്ടറി ഡിസ്പ്യൂട്ട്. അതേസമയത്ത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും വലിയ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു തലവേദന ഒഴിവായി. അപ്പൊ സ്വാപ്പിംഗ് ചെയ്തപ്പോൾ സംഭവിച്ചത്, ഇന്ത്യ കൂടുതൽ ടെറിട്ടറി അങ്ങോട്ട് കൊടുക്കുകയും ബംഗ്ലാദേശ് കുറച്ച് ടെറിട്ടറി മാത്രമേ ഇങ്ങോട്ട് തരികയും ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ബംഗ്ലാദേശിന്റെ അടുത്ത് കുറച്ചുകൂടെ മാഗ്നാനിമസ് ആയി, ഈ ശ്രീലങ്കയുടെ കൂടെ കച്ചത്തീവ് വിഷയത്തിൽ നമ്മൾ ചെയ്തതുപോലെ. അപ്പം അതും പുനരവലോകനം ചെയ്യണ്ടേ എന്ന് കോൺഗ്രസ് ചോദിച്ചു. കാര്യം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടല്ലേ ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കാര്യം മോഡി ചെയ്ത തെറ്റെന്നുള്ള രീതിയിൽ അവർ കൗണ്ടർ ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇലക്ഷൻ സമയത്തുള്ള ഇത്തരത്തിലുള്ള റെട്ടറിക്കുകൾ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിയാൻ കാരണമാകും. അതൊരു ഇലക്ഷൻ റെട്ടറിക്കായിട്ട് അവർ കൺസിഡർ ചെയ്താൽ പ്രശ്നമില്ല. നമ്മളുടെ ഡൊമസ്റ്റിക് ഓഡിയൻസിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് വൺസ് അത് സീരിയസ് നേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് പ്രോബ്ലംസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്സിന്റെ അകത്ത് ഇന്റർഫിയർ ചെയ്യാൻ വിദേശികൾ, എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ US ശ്രമിക്കുന്നുവെന്ന് നരേന്ദ്രമോദിയും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും ആവർത്തിച്ച് ആരോപണം ഉന്നയിച്ചു. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ ഡസ്റ്റ് സെറ്റിൽ ചെയ്യുന്നതേ ഉള്ളൂ. ശേഷം ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകരുത്. അത് ആര് വന്നാലും അത് നമ്മളുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡിങ്ങിനെ അത് ബാധിക്കും എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഓപ്പൺ ആയിട്ട് ഇതുപോലെ പബ്ലിക് സ്പേസസിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തിടരുത് എന്നും പറയുന്നു. പാർലമെന്റ് അകത്ത് ഡിസ്കസ് ചെയ്യാം, അതിനകത്ത് പരിഹാരം തേടാം, അതാണ് ചെയ്യേണ്ടതെന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ നിപ്ഡ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ആക്ച്വലി ഈ എഡിറ്റോറിയലിനകത്ത് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്നും പറയാനില്ല, ഒന്നുമില്ല.
ഡൽഹിയിലേക്ക് ചില ഹോസ്പിറ്റലുകളിൽ നിന്ന്, എസ്പെഷ്യലി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കുട്ടികളെ സ്മഗിൾ ചെയ്യുന്നു. കൊല്ലാനൊന്നുമല്ല, വളർത്താൻ തന്നെയാണ്. നല്ല കാര്യം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, പാവപ്പെട്ട ആൾക്കാരെ കുട്ടികളെയാണ് സ്മഗിൾ ചെയ്യുന്നത്. സ്മഗിൾ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ആന്ധ്രയിലോട്ടും തെലങ്കാനയിലോട്ടും കൊണ്ടുവരുന്നു. ആന്ധ്രയിലോട്ടും തെലങ്കാനയിലോട്ടും കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾക്ക് 1.5 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ വിലയിട്ടിട്ട് കുട്ടികളില്ലാത്ത പേരൻസിന് പഠിക്കുക. ഭിക്ഷാടനത്തിനൊന്നും അല്ല, ബെഗിങ്ങിനൊന്നും അല്ല. കുട്ടികളില്ലാത്ത പേരൻസിന് കൊടുക്കുന്നു. അവർ ആ കുട്ടികളെ ജീവന തുല്യം സ്നേഹിച്ച് അവർ വളർത്തുന്നു, ന്യൂ ബോൺ ബേബീസിന്. പല സന്ദർഭങ്ങളിലും സംഭവിക്കുന്നത് ഈ പേരൻസ് തന്നെയാണ് കുട്ടികളെ വിൽക്കുന്നത്. അവരുടെ പുവർ ആയിട്ടുള്ള എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇടനിലക്കാർ, മിഡിൽ മെൻ, അവർക്ക് തുച്ഛമായ പൈസ കൊടുത്തവരുടെ കുഞ്ഞുങ്ങളെ അവരെ വിൽക്കാൻ പ്രേരിപ്പിക്കുകയും ആ വിറ്റ് കിട്ടുന്ന കുട്ടികളെ ആന്ധ്രയിലേക്ക് തെലങ്കാനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഈ ഒരു റാക്കറ്റ്, ഈ കൂട്ടത്തിലുള്ള റാക്കറ്റ് ഈ ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. അപ്പൊ ഈ എഡിറ്റോറിയൽ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. ഒന്ന്, അവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ലാബ്സ്, അതുകൊണ്ടാണല്ലോ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. രണ്ടാമത്, ഈ പേരൻസിന്റെ വളരെ പൂറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മൂലം അവർ വിൽക്കാൻ നിർബന്ധിതരാവുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവരെ സ്വന്തം ചോര കുഞ്ഞുങ്ങളാണ്. മൂന്നാമത്, എന്തുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ വാങ്ങാൻ, കാശ് കൊടുത്ത് വാങ്ങാൻ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും പേരൻസ് നിർബന്ധിതരാവുന്നു. അതിൽ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് നിർബന്ധിതരാകുന്നത്? ഇപ്പം കുട്ടികളില്ലാത്ത ഏതെങ്കിലും ഒരു ദമ്പതികളുണ്ടെങ്കിൽ അവർ അഡോപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. 2 to 4 years മിനിമം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു പലപ്പോഴും അഡോപ്ഷന് വേണ്ടിയിട്ട്. ഇനി 4 വർഷം വെയിറ്റ് ചെയ്താലും കിട്ടുന്നൊരു ഉറപ്പുമില്ല. കാര്യം അഡോപ്ഷന് കുട്ടികളെ കിട്ടുന്നില്ല. ഇപ്പം ആരെങ്കിലുമൊക്കെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, വല്ല അവിഹിത ഗർഭവും ധരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഫ്ലാറ്റിന്റെ മുകളിലൊക്കെ പ്രസവിച്ചിട്ട് ഫ്ലാറ്റിന്റെ മുകളെ താഴോട്ട് എടുത്തെറിയുന്ന സിസ്റ്റം അല്ലേ. വേണ്ടാത്ത ആൾക്കാർ കൊണ്ട് എവിടെ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളിലൊക്കെ ഉപേക്ഷിച്ചിരുന്ന ആ കുഞ്ഞുങ്ങൾ ഇതുപോലെ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് സ്മഗിൾ ചെയ്ത് കള്ളക്കടത്ത് നടത്തി അവർക്ക് ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഒരു കൊച്ചിനെ വളർത്താൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ കുട്ടികളെ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട്. അതിന് ഏറ്റവും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സംവിധാനം തന്നെയാണ്. പക്ഷെ ആ സംവിധാനം ഭയങ്കര കർശനമായിട്ടുള്ള സംവിധാനം ആയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കുന്നു. അപ്പം ഇനി നമ്മൾ കൂടുതൽ ഇതിൽ കുറച്ചുകൂടെ എന്താ പറയുന്ന അയവുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഇതുപോലുള്ള അഡോപ്ഷന് താല്പര്യമുള്ള അല്ലെങ്കിൽ അഡോപ്ഷന് വിധേയമാവുന്ന കുട്ടികളെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ പേരൻസിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള സ്മഗ്ലിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കാനുള്ള കൂടുതൽ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നത്, അല്ലാതെ അതിനപ്പുറം വേറൊന്നുമില്ല. ഓക്കെ, വായിച്ചു നോക്കുക. എഡിറ്റോറിയൽസ് മസ്റ്റായിട്ട് വായിക്കണം. പിന്നെ ഇവിടുത്തെ ആർട്ടിക്കിൾസ്. ഫസ്റ്റ് വൺ, ദ മെസ്സേജ് ഫ്രം ദ ആന്ധ്രാപ്രദേശ് ബൈഫർക്കേഷൻ. ഇതേപോലെ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട് നെക്സ്റ്റ് പേജില്. അതില് ആങ്കർ സെപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ മാത്ത്. ഇത് കൗണ്ടിങ് ദ ഫെയിലുവേഴ്സ് ഓഫ് ദ പാസ്റ്റ് ഡെക്കേഡ്. ഇതെല്ലാം ഒറ്റ വിഷയത്തെ കുറിച്ചാണ്. ഞാൻ 3 ആർട്ടിക്കിൾസ് പറഞ്ഞു. ഇപ്പുറത്ത് ദ മെസ്സേജ് ഫ്രം ദ ആന്ധ്രാപ്രദേശ് ബൈഫർക്കേഷൻ. നെക്സ്റ്റ് പേജില് ആങ്കർ സെപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ മാത്ത്, counting the failures of the past decade. 3 articles are there. 3 are dealing with the same subject. So the subject is the bifurcation of Andhra Pradesh. Andhra Pradesh ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഈ 3 ആർട്ടിക്കിൾസ് ഒരേ ദിവസം ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിലും ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലുമായിട്ട് വന്നു പറഞ്ഞാൽ there is a reason. The reason is the bifurcation of Andhra Pradesh happened and the new state of Telangana was formed. The Telangana state came into existence in the year of 2014, June 2. 2014, June 2. So yesterday was the 10th anniversary of Telangana Formation Day. 10th anniversary ഒരു പ്രത്യേകതയുണ്ട്. അതുവരെ ഹൈദരാബാദിലെ കുറെ ഗവൺമെന്റ് അസറ്റ്സ് ആന്ധ്രാപ്രദേശിനും കൂടെ യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ദ ക്യാപിറ്റൽ ഓഫ് തെലങ്കാന ഈസ് ഹൈദരാബാദ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. ചണ്ഡീഗഡിനെ പോലെ ഹരിയാനയുടെയും പഞ്ചാബിന്റെയും കോമൺ ക്യാപിറ്റൽ അല്ല. അതിനൊരു പ്ലാൻ ഇട്ടെങ്കിലും തെലങ്കാന ഒപ്പോസ് ചെയ്തത് കൊണ്ട് അത് നടന്നില്ല. സോ ആന്ധ്രാപ്രദേശ് ഈസ് കൺസ്ട്രക്ടിങ് എ ന്യൂ ക്യാപിറ്റൽ. അതിലൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയാണ് ഇപ്പം. പക്ഷെ സ്റ്റിൽ ആ ക്യാപിറ്റലൊക്കെ ആവുന്നവരെ 10 വർഷത്തേക്ക് ഈ ഹൈദരാബാദ് രണ്ടുപേർക്ക് യൂസ് ചെയ്യാന്നുള്ള എഗ്രിമെന്റ് ആയിരുന്നു. അപ്പൊ ആ എഗ്രിമെന്റിന്റെ കാലാവധി ഇന്നലെ കഴിഞ്ഞു, ജൂൺ 2. അങ്ങനെയുണ്ട് ഈ 10ാം വാർഷികത്തിന്റെ പ്രാധാന്യം.
അപ്പൊ എന്തുകൊണ്ട് തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പരിശോധിക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടി വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓടിച്ച് ഈ ആർട്ടിക്കിൾസ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക. വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ് ഈ ആർട്ടിക്കിളൊക്കെ. ആദ്യത്തെ ആർട്ടിക്കിൾ കുറച്ചുകൂടെ ടഫാണ്, അതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഈ ആർട്ടിക്കിൾ നല്ലൊരു ആർട്ടിക്കിളാണ്. ആക്ച്വലി തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടി വന്നത് ആന്ധ്രാപ്രദേശിലെ റൂളേഴ്സിന്റെ കയ്യിരിപ്പോണ്ടാണ്. അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ റൂളേഴ്സിന്റെ കയ്യിരിപ്പോണ്ട്. 1953 ഇന്ത്യയിൽ ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് നിലവിൽ വരുന്നത്. നമ്മളൊക്കെ PSC പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിലെ സ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്ന 1956 നവംബർ 1 ആദ്യമായിട്ട്. അതുകൊണ്ടാണ് കേരളം ഒക്കെ നിലവിൽ വരുന്ന അന്നായത് നമ്മൾ കേരള പിറവി ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നത്. കർണാടക ഒക്കെ നവംബർ 1 നിലവിൽ വരുന്നത് 1956. ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റുകൾ ഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഒക്കെ കൊണ്ടുവരുന്നു. ഫസൽ അലിയും HN കുൻസ്രുവും KM പണിക്കറും ഒക്കെ ചേർന്ന ഒരു സമിതിയാണ് അത് റെക്കമെൻഡേഷൻ നെഹ്റു മിനിസ്ട്രിക്ക് കൊടുക്കുന്നത്. അതിന്റെയൊക്കെ ബേസിലാണ് നെഹ്റു മിനിസ്ട്രി 1956 അത് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് 2-3 വർഷം മുമ്പ് 1953 ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് ബേസിലാണ് ഫോം ചെയ്യപ്പെടുന്ന. കാരണം അതിന് വേണ്ടിയിട്ട് പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ ഒരാള് ഫാസ്റ്റിംഗ് അൺടു ഡെത്ത് ചെയ്യുന്നു. അധികാരികൾ ശ്രദ്ധിച്ചില്ല, പുള്ളി മരിക്കുന്നു. അപ്പൊ പുള്ളി മരിക്കുമ്പോൾ അത് ഭയങ്കര അജിറ്റേഷന് കാരണമാകുന്നു. അപ്പം അങ്ങനെ ആന്ധ്രക്കാർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1953 ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ആന്ധ്രാപ്രദേശിലെ ഏറ്റവും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള പ്രദേശം ഹൈദരാബാദ് ആയിരുന്നു. ഈ ഹൈദരാബാദ് ഫുൾ കോൺസെൻട്രേഷനും തെലുങ്കാനക്കാർക്ക് അല്ലായിരുന്നു. ഹൈദരാബാദിൽ കൂടുതലും ലാൻഡ് വാങ്ങിക്കൂട്ടിയതും തെലുങ്കാനക്കാർക്ക് അല്ലായിരുന്നു പറഞ്ഞാൽ തെലുങ്കാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണെന്നില്ല. പക്ഷെ ദർ വാസ് എ റീജിയൻ കോൾഡ് തെലുങ്കാന, റായലസീമ, കോസ്റ്റൽ ആന്ധ്ര, ഈ മൂന്നും കൂടെ ചേർന്നായിരുന്നു ആന്ധ്രാപ്രദേശ്, അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശ്. കോസ്റ്റൽ ആന്ധ്ര, റായലസീമ ആൻഡ് തെലുങ്കാന. കേരളത്തിലില്ലേ മലബാറും ട്രാവൻകൂർ, അത്രേ ഉള്ളൂ. അതുപോലെ മലബാറും ട്രാവൻകൂർ പോലെ ഇതിൽ തെലുങ്കാന മേഖലയിലാണ് അവിടെ ആന്ധ്രയ്ക്ക് കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. കാര്യം ഹൈദരാബാദ് തെലുങ്കാന റീജിയനിലാണ്. പക്ഷെ യാതൊരുവിധ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനോ യാതൊരുവിധ റിസോഴ്സ് അലോക്കേഷനോ ഒന്നും തെലുങ്കാനയ്ക്ക് ഇതിന് ആനുപാതികമായിട്ട് കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് തെലുങ്കാന റീജിയനിൽ നിന്നാണെങ്കിലും അതിൽ തന്നെ മെയിൻലി ഹൈദരാബാദ് റീജിയനിൽ നിന്നാണെങ്കിലും അതിന്റെ വരുമാനം മൊത്തം കൊണ്ടുപോയത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ ആൾക്കാരൊക്കെയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ ഹിസ്റ്ററിയിൽ 17 ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായതിൽ 14 തെലുങ്കാന മേഖലയിൽ നിന്ന് അല്ലാത്ത, അല്ലെങ്കിൽ കോസ്റ്റൽ ആന്ധ്രയെന്നോ അല്ലെങ്കിൽ റായലസീമയെന്നോ ഉള്ള റെഡ്ഡിമാരോ അല്ലെങ്കിൽ റാവുമാരോ ഒക്കെ ആയിരുന്നു. അപ്പൊ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ അവർ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് അവിടുത്തെ അജിറ്റേഷന് കാരണമായത്. അങ്ങനെ അജിറ്റേഷൻ പല രീതി തവണ ഉണ്ടാകുന്നു. അവസാനം 2013 ആകുമ്പോഴത്തേക്ക് ഇതിന് തൊട്ട് മുമ്പിരുന്ന തെലുങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ഇപ്പൊ രേവന്ത് റെഡ്ഡിയാണ്. അതിന് തൊട്ട് മുമ്പിരുന്ന ചീഫ് മിനിസ്റ്റർ KCR ആയിരുന്നു. ആ K ചന്ദ്രശേഖർ റാവു എന്ന് പറഞ്ഞ ആള്. അയാളെ പാർട്ടിയുടെ പേര് തന്നെ തെലുങ്കാന രാഷ്ട്ര സമിതി TRS എന്നാണ്. തെലുങ്കാനയുടെ സെപ്പറേഷന് വേണ്ടിയിട്ട്, ആന്ധ്രാപ്രദേശ് തെലുങ്കാന സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ആ പാർട്ടി ഫോം ചെയ്തത് പുള്ളി. പിന്നീട് ആ സ്റ്റേറ്റ് 2013 പുള്ളിയുടെ പാർട്ടിയുടെ സ്ട്രോങ് അജിറ്റേഷന്റെ ബേസിൽ ഫോം ചെയ്യപ്പെടുന്നു. അതിന് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആണ് 2014 ജൂൺ 2 തെലുങ്കാന എന്ന സ്റ്റേറ്റിന്റെ ഫോർമേഷൻ വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി അറ്റ് ദാറ്റ് ടൈം. അന്ന് മൻമോഹൻ സിംഗ് ഒക്കെ അല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് സോണിയാഗാന്ധിയാണ് കൂടുതൽ പവർഫുൾ. നിങ്ങൾക്ക് അറിയാം, അന്ന് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും. ഓക്കെ, അപ്പൊ കോൺഗ്രസിന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ 10 വർഷം അതിനുവേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട KCR K ചന്ദ്രശേഖർ റാവു അടുത്ത ചീഫ് മിനിസ്റ്ററായി. ഇപ്പൊ തെലുങ്കാനയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് കോൺഗ്രസും വന്നു. കാര്യം ഈ രണ്ട് പാർട്ടികളാണ് കൂടുതലും തെലുങ്കാന സ്റ്റേറ്റ് ഫോർമേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ അവിടെ BJP വലിയ ഇൻറോഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോളൊക്കെ ബിലീവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ചിലപ്പോൾ കോൺഗ്രസിന് ഈക്വൽ ആയിട്ടുള്ള സീറ്റ് ലോക്സഭയിൽ തെലുങ്കാന BJP പിടിക്കുമെന്നാണ്. അപ്പൊ എന്തായാലും അത് ഇനിയുള്ള കാര്യം, പഴയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഉണ്ടാകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അട്ടർ നെഗ്ലക്ട് ഓഫ് ആന്ധ്ര പൊളിറ്റീഷ്യൻസ് ടു തെലുങ്കാന റീജിയൻ. അതാണ് എൻ്റെ കാരണം. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അവർ പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ 10ാം വാർഷികമാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് വായിക്കാം. അതിനടുത്ത് ഡെസിനിക്വാലിറ്റി ലീഡ് ടു ഗ്രോത്ത് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. വേണമെങ്കിൽ വായിച്ചു വെക്കുക. അത് ഇക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ വായിച്ചു വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇന്നിക്വാലിറ്റി ഗ്രോത്തിന് കാരണമാകുമോ അതോ ഇക്വാലിറ്റി ആണോ ഗ്രോത്തിന് കാരണമാകുന്നത് എന്നുള്ളൊരു ഇതാണ്. അത് എക്കണോമിക് ബേസിൽ മൊണോപ്പൊളീസ് ഉണ്ടാകുന്നത് എങ്ങനെ, മൊണോപ്പൊളീസ് ഉണ്ടായാൽ അത് ആ രാജ്യത്തിന്റെ ഗ്രോത്തിനെ സഹായിക്കുമോ, അതൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ട വലിയ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞ ആവശ്യമുണ്ട്. സിവിൽ സർവീസ് ഒക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് അത് ആവശ്യം, അല്ലാതെ ഉള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആവശ്യമില്ല.
ക്യാൻ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ ദെയർ ഓവർസീസ് കൗണ്ടർ പാർട്സ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതിന്റെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത്. മ്യൂച്വൽ ഫണ്ട് എന്താണ്? MF എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പം if I am interested in investing in stock market and I am also at the same time very much averse about the risk in the investment in the stock market. ഈ രണ്ട് കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി എൻ്റെ മൈൻഡിലുണ്ട്. ഐ വോണ്ട് ടു ടേക്ക് some profit out of stock market. At the same time I am very much afraid of investing in stock market because of its unpredictable nature. അങ്ങനെയാണെന്ന് കരുതിക്കോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് വേറൊരു മാർഗം ഇന്ത്യയിലെ അതോറിറ്റീസ് തന്നു, എസ്പെഷ്യലി സെബി. സെബി ഈസ് ദ റെഗുലേറ്റർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് നമുക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. അതിന്റെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച് ആണ്. മാധബി MADHABI ആണ്. MADHABI മാധബി പുരി ബുച്ച്, ഫസ്റ്റ് വുമൻ ചെയർപേഴ്സൺ ഓഫ് സെബി, മാധബി പുരി ബുച്ച്. അപ്പൊ സെബി തന്നു വേറൊരു ഓപ്ഷൻ, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത, പക്ഷെ നോട്ട് ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്. അപ്പൊ നമുക്ക് ഈ നമ്മളുടെ കമ്പനീസ് ഉണ്ട്. ഇപ്പൊ കോട്ടക് സെക്യൂരിറ്റീസ്, HDFCയുടെ സെക്യൂരിറ്റീസ്, ICICI സെക്യൂരിറ്റീസ്, HDFC സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇവരെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വലിയ സ്ഥാപനങ്ങളാണ്. ഈ പറഞ്ഞ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെയാണ് കോട്ടക് സെക്യൂരിറ്റീസ്, HDFC ബാങ്കിന്റെയാണ് HDFC സെക്യൂരിറ്റീസ് എന്നാണ് എൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. ICICI സെക്യൂരിറ്റീസ് ICICI ബാങ്കിനാണ്. അപ്പൊ അവർ അതുപോലെ SBIക്കും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഓരോരോ മ്യൂച്വൽ ഫണ്ടുകൾ ഇറക്കും ഓരോരോ ടൈമിൽ. ആ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പൂളിംഗ് ഓഫ് ഫണ്ടാണ്. പൂളിംഗ് ഓഫ് ഫണ്ട്. ആ ഫണ്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ആ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏതൊക്കെ ഷെയറുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ മേഖലകളിലാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇഫ് ഐ വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ മ്യൂച്വൽ ഫണ്ട്, ഐ ക്യാൻ ഇൻവെസ്റ്റ്. Likewise, lakhs of people will invest in that same mutual fund. So, crores of money will be accumulated in that mutual fund. That is a kind of pooling of fund. ആ ഫണ്ട് എടുത്ത് ഇവരുടെ ഈ എക്സ്പെർട്ടൈസ് ഉള്ള ICICI സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ കോട്ടക് സെക്യൂരിറ്റീസോ അവരുടെയൊക്കെ ഫണ്ട് മാനേജേഴ്സ് ഷെയർ മാർക്കറ്റിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അറിയാം. ദേ വിൽ മേക്ക് ഹാൻഡ്സം പ്രോഫിറ്റ് ആൻഡ് ദാറ്റ് പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് among us. So it will be more safe as compared to shares, but at the same time it won't generate that much profit if we compare to profit from shares എന്നുള്ള പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രോഫിറ്റ് മ്യൂച്വൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഇസ് എ സേഫ് ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസം. ഓക്കെ, അതാണ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, അപ്പം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ETF എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ETFന്റെ എക്സ്പാൻഷൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഓക്കെ, അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പിന്നീട് നമുക്ക് അതിനടുത്ത പേജുകളിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ മോഡി റിവ്യൂസ് 100 days അജണ്ട ഫോർ ന്യൂ ഗവൺമെന്റ്. അവർ അത്രയും കോൺഫിഡന്റ് ആണ് അബൌട്ട് ദ ഗവൺമെന്റ് ഫോർമേഷൻ. അതാണ് ഒരു കാര്യം. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ ഒന്നും പറയാനൊന്നുമില്ല, എല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ കൗണ്ടിങ്, അരുണാചൽ പ്രദേശിലും സിക്കിമിലൊക്കെ കൗണ്ടിങ് കഴിഞ്ഞില്ലേ. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രേം സിംഗ് തമാങ്. ഞാൻ ഫസ്റ്റിൽ എഴുതിയിട്ടൊരു പേരാണ് പ്രേം സിംഗ് തമാങ്. SKM എന്ന് പറയുന്ന സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന് പറയുന്ന റീജിയണൽ പാർട്ടി സിക്കിമിൽ മാത്രമേ ഉള്ളൂ. ആ പാർട്ടിയുടെ ലീഡറാണ് പ്രേം സിംഗ് തമാങ്. ആൻഡ് ഇൻ അരുണാചൽ പ്രദേശ് BJP is the winner and its biggest leader is Pema Khandu. He is going to become the chief minister again. He was the chief minister of previous assembly also. Okay. പിന്നെ ഇതാ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു കഷ്ടം. പുള്ളിയായിരുന്നു ഇന്ത്യയിലെ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ. പക്ഷെ പുള്ളി 2 സീറ്റിൽ മത്സരിച്ച് 2ഇടത്തും തോറ്റുപോയി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഇദ്ദേഹമാണ്. പവൻ കുമാർ ചാംലിംഗ്. പവൻ കുമാർ ചാംലിംഗ്. He is the longest. He got the longest tenure in Indian history as a chief minister of a state. He
റൂൾഡ് സിക്കിം ഫോർ ഓൾമോസ്റ്റ് ഐ തിങ്ക് മോർ ദാൻ 25 years. 25 years കൂടുതൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി ഇപ്രാവശ്യം ഇലക്ഷനിൽ 2 സീറ്റ് മത്സരം 2 തോറ്റുപോയി. ഓക്കെ, അപ്പൊ അതാണ് വേറൊരു കാര്യം. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിപ്പ ഭയങ്കര ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണെന്ന് അറിയാം. നിപ്പ വഴി നിപ്പയ്ക്ക് മരുന്നില്ല, അതുകൊണ്ടൊക്കെ തന്നെ നിപ്പ വന്ന എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ നിപ്പയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൽ കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. സയന്റിസ്റ്റ് അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി IAV എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എവിടെയാണെന്ന് വെച്ചാൽ തോന്നക്കലാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തോന്നക്കലാണ്. ഈ തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയില് നിപ്പ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള നിപ്പ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസിനെ ഡെവലപ്പ് ചെയ്തു. ഇത് നിപ്പയ്ക്കെതിരെ പ്രതിരോധ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് സഹായിച്ചേക്കും എന്നാ പറയുന്നത്. അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, NIV. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, അത് പൂനെയിലാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരാണ് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങളും ചെയ്യാനുള്ള സമയം എന്താണെന്ന് തിരുവനന്തപുരത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിപ്പ ലൈക്ക് വൈറസസ് നോൺ ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് മറ്റേ ഇൻഫെക്ഷ്യസ് നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. നെക്സ്റ്റ് പേജ് മണി വൈസ്, ആ പേജ് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ ഇറാനിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഇറാനിൽ പ്രസിഡന്റ് മരിച്ചുപോയാൽ അടുത്ത 54 ദിവസത്തിനകം കൊണ്ടാണ് ഇവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്. ഇറാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു പ്ലെയിൻ ക്രാഷിൽ, ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചു. ഇനിയിപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കാനെ കുറിച്ചാണ് ന്യൂസ്. പിന്നെ ഞാൻ പറഞ്ഞു 2024 എന്ന് പറയുന്ന ഇയറിന്റെ പ്രത്യേകത. 2024 ഈസ് ദ ഇയർ ഹാവിംഗ് മാക്സിമം ഇലക്ഷൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. നമ്മളുടെ മോഡേൺ മനുഷ്യന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇത്രയും ഇലക്ഷൻസ് ഒരുമിച്ച് നടന്ന വർഷമില്ല. നാളെ നമ്മളുടെ റിസൾട്ട് അറിയാം. ഇന്ത്യയുടെ, സൗത്ത് ആഫ്രിക്കയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ ഇലക്ഷൻ കഴിഞ്ഞു, അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോണു, ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കാൻ പോണു, പാകിസ്ഥാനിൽ കഴിഞ്ഞു, ബംഗ്ലാദേശിൽ കഴിഞ്ഞു. മെക്സിക്കോ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ്. മെക്സിക്കോയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മെക്സിക്കോ ഇലക്ഷൻ കഴിഞ്ഞ്, അതുകൊണ്ട് ഇപ്പം നമ്മൾ പഠിക്കേണ്ട, മെക്സിക്കോ ഇലക്ഷനിൽ മിക്കവാറും ഒരു വുമൻ പ്രസിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. മെക്സിക്കോയുടെ ഹിസ്റ്ററിയിൽ ഇതൊരു വുമൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. മെക്സിക്കോയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ആണെന്നാണ് എന്റെ വിശ്വാസം. നോക്കിക്കോളണം, ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ, ചെക്ക് ചെയ്തോളണം. സൗത്ത് ആഫ്രിക്കയിൽ ഇലക്ഷനിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. ANC ആണ് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടത്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യ തുടർച്ചയായിട്ട് ഭരിച്ചതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തീഡ് വർണ്ണ വിവേചനം അവസാനിപ്പിച്ച നെൽസൺ മണ്ടേലയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ തുടർച്ചയായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ANC ആണ്. പക്ഷേ കൈയിരിപ്പ് കൊണ്ട് പതുക്കെ ANCയുടെ ഇൻഫ്ലുവൻസ്, ഇവിടെ കോൺഗ്രസിന്റെ ഇൻഫ്ലുവൻസ് പതുക്കെ ഡിക്ലൈൻ ചെയ്തതുപോലെ ദ ഫോർച്യൂൺ ഓഫ് ANC, African National Congress, is also declining, and for the first time after the abolition of apartheid in South Africa, they didn't get the majority in their presidential election, parliament election, so they have to go for a coalition. അത് തന്നെയാണ് സമാനമാണ് ഇവിടെ കോൺഗ്രസ്. പിന്നെ ഒരു കോalitionലല്ലേ പിന്നെ ഇന്ത്യ ഭരിച്ചത് 2004 to 9 9 to 14 മൻമോഹൻ സിംഗ് UP ഉണ്ടാക്കി. അതിനിപ്പോൾ ഒരു ഒറ്റയ്ക്കായിരുന്നു ഭരിക്കുന്നത്. ഇതേ അവസ്ഥയിൽ സൗത്ത് ആഫ്രിക്കയിൽ പോവുകയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഇതൊക്കെയാണ് ഈ പേജിൽ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെയും എപ്പോഴും നമ്മൾ പറയുന്ന ഫ്രഞ്ച് ഓപ്പൺ, ഈ വർഷത്തെ 2ാമത്തെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിലായ ഓസ്ട്രേലിയൻ ഓപ്പണിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന 2ാമത്തെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഫ്രഞ്ച് ഓപ്പൺ റൊളാൻ ഗാരോസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റൊളാൻ ഗാരോസ്. പിന്നെ T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട്. അതിനെ കുറിച്ച് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രജ്ഞാനന്ദ വേൾഡിലെ നമ്പർ 1 പ്ലെയറായ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചതിന് ശേഷം വേൾഡിലെ നമ്പർ 2 പ്ലെയറായ ഫാബിയാനോ കരുവാനെയും തോൽപ്പിച്ചു. ഇന്നലെ ഗൗതം അദാനി, ഏഷ്യയിലെ റിച്ചസ്റ്റ് മാൻ, ഇത്രയും കാലം മുകേഷ് അംബാനി ആയിരുന്നു, അതെന്ന് അറിഞ്ഞിരിക്കുക. മുകേഷ് അംബാനിയെ ഓവർടേക്ക് ചെയ്ത് ഏഷ്യയിലെ റിച്ചസ്റ്റ് മാനും ഇന്ത്യയിലെ റിച്ചസ്റ്റ് മാൻ പിന്നെ ഒബ്വിയസ്ലി അദ്ദേഹം ആയിരിക്കുമല്ലോ, നല്ല ഏഷ്യയിലാവാൻ പറ്റും കേട്ട് അദാനി മാറി. അപ്പൊ അദാനിയുടെ എക്സ് ഹാൻഡിലിൽ പ്രജ്ഞാനന്ദയെ പിന്നീട് അഭിനന്ദിച്ചേക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതുപോലെ ആനന്ദ് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ, തമിഴ്നാട്ടിലെ സാധാരണ ഒരു സ്ഥലത്ത്, ചെന്നൈയിൽ സാധാരണ ഒരു വീട്ടിൽ
ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഫിസിക്കലി ചലഞ്ചഡ് ആണ്. അതുകൊണ്ടാണ് അമ്മ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രജ്ഞാനന്ദയെ ലോകം മുഴുവനും കൊണ്ടു നടക്കുന്ന അമ്മയാണ്. പ്രജ്ഞാനന്ദയും മകളായ വൈശാലിയെയും. മകള് ആണ് വൈശാലി, രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ആ മനുഷ്യനെ ഇപ്പം മനുഷ്യനെ പറഞ്ഞ കൊച്ചു പയ്യനാണ്, 18 വയസ്സേ ഉള്ളൂ. അപ്പം ആ കുട്ടിയെ ഇപ്പോൾ ഇന്ന് ആനന്ദ് മഹീന്ദ്രയും ഗൗതം അദാനിയൊക്കെയാണ് എല്ലാ ദിവസവും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് ഓരോരുത്തരുടെ സ്വപ്നങ്ങളുടെ പുറകെ ഓരോരുത്തർ പോയി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ അർജുൻ എരിഗാസിയെ പോലെ വേറൊരു ആളും ഇന്ത്യക്ക് വലിയ ലീഡിംഗ് പ്ലെയർ ആയി. ഇപ്പൊ വേൾഡ് നമ്പർ 4 എങ്ങാണ്ടായെന്ന് പറയുന്നു അർജുൻ എരിഗാസി. അത് ലൈവ് റേറ്റിംഗിൽ വ്യത്യാസമുണ്ട് അല്ലാത്ത റേറ്റിംഗ് ആയിട്ട്. അപ്പൊ അർജുൻ എരിഗാസി ഈസ് അനദർ ലീഡിംഗ് പ്രോമിനന്റ് ചെസ് പ്ലെയർ ഫ്രം ഇന്ത്യ. ഹീസ് ഓൾസോ വെരി യങ്. അതുപോലെ ഡി ഗുഗേഷ്, ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനെ നിശ്ചയിക്കാൻ പോകുന്ന ഡിംഗ്ലറൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ, ഫിഫയുടെ വേൾഡ് ചാമ്പ്യൻ. അയാളെ നേരിടാൻ പോകുന്നത് നമ്മളുടെ ഡി ഗുഗേഷ് ആണ്. ഇവരെല്ലാം ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശോഭനമായിട്ടുള്ള ചെസ് ഫ്യൂച്ചർ ഉള്ള രാജ്യം ഇന്ത്യയാണ്. വേറെ ഒരു രാജ്യത്ത് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ചെസ് പ്രൊഡിഗീസ് ഇല്ല. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ പത്രം. ഇനി നമുക്ക് ഇന്നലത്തെ നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ എക്സിറ്റ് പോളുകളെല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നത് BJPയുടെ ഭയങ്കര സ്വീപ്പാണ്. കാര്യം ഇവിടെ അതിനു മുമ്പ് ഇലക്ഷൻ ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കരുതിയെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് ഫൈനൽ വേർഡിക്റ്റ് അല്ല, നമുക്ക് അറിഞ്ഞൂടാ. എക്സിറ്റ് പോളൊക്കെ ശരിയാവുന്ന ചരിത്രമൊക്കെ ഉണ്ട്. പണ്ട് വാജ്പേയിക്കൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. നാളെ റിസൾട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എക്സിറ്റ് പോൾ പ്രഡിക്ഷൻ അനുസരിച്ചാണെങ്കിൽ ഒരു വേവ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു ചാനലുകളും ഒരു പോൾസ്റ്റേഴ്സും ആരും പ്രഡിക്റ്റ് ചെയ്തില്ല വേവ്. ദർ ഈസ് നോ വേവ് ഇൻ ദ ഗ്രൗണ്ട് ലെവൽ ഇൻ ഫേവർ ഓഫ് ഓർ ഇൻ ഫേവർ ഓഫ് മോഡി ഓർ ഇൻ ഫേവർ ഓഫ് ഓപ്പോസിഷൻ എന്നാണ് അവർ എല്ലാ പോൾസ്റ്റേഴ്സും പറഞ്ഞത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇതാണ് വന്നേക്കുന്നത്. എല്ലാത്തിലും BJP ജയിക്കുന്ന പറഞ്ഞേക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വേണ്ട, താഴോട്ട് വരുമ്പോ ഇതിലെ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഞാൻ ഇത് പറഞ്ഞില്ലേ, ഹൈദരാബാദ് സീസസ് ടു ബി ഷെയർഡ് ക്യാപിറ്റൽ ഫ്രം ടുഡേ, ബൈഫർക്കേഷൻ ഇഷ്യൂ സ്റ്റിൽ പെൻഡിങ്. ഇതുകൊണ്ടാണ് ഇന്നത്തെ ഹിന്ദുവിലൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ആന്ധ്രാപ്രദേശ് ബൈഫർക്കേഷനെ കുറിച്ച് വന്നത്. 10th ആനിവേഴ്സറി അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇഫ് വി സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇഫ് വി സ്റ്റാർട്ട് എ ബിസിനസ്, the 10th anniversary will also be a moment of reckoning. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ 10 years I will start looking back. എന്തൊക്കെയാണ് ഞാൻ അച്ചീവ് ചെയ്തത് 10 yearsൽ. അപ്പോൾ അതൊരു മൊമെന്റ് ഓഫ് റെക്കണിങ് ആയിരിക്കും എനിക്ക്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റുകൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ. ഇപ്പോൾ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി, 10th anniversary will be a moment of reckoning. 25th anniversary will be a moment of 10 കഴിഞ്ഞാൽ 25 ആണ്, അല്ല 20 ആരും നോക്കാൻ പോകില്ല. പിന്നെ 50, പിന്നെ 75, പിന്നെ 100. അതുകൊണ്ടാണല്ലോ 75th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇനി 100th ആനിവേഴ്സറി 2047. ഓക്കെ, അപ്പോൾ അന്നാണ് ഇന്ത്യ ഡെവലപ്ഡ് ആവുന്നൊക്കെയാണ് പറഞ്ഞ് അറിഞ്ഞൂടാ. എന്തായാലും ഹൈദരാബാദ് ഷെയർഡ് ക്യാപിറ്റൽ അല്ല. ഇത്രയും കാലം ഷെയർഡ് ക്യാപിറ്റൽ ഒന്നും അല്ലായിരുന്നു. ഷെയർഡ് ക്യാപിറ്റൽ മീൻസ് അത് ഒരുപാട് ഗവൺമെന്റ് ബിൽഡിങ്ങുകളെല്ലാം ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അത്രയേ ഉള്ളൂ. അതിനടുത്ത പേജിൽ പോകുമ്പോ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി, ഇവർ തങ്ങളിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരെ ഫോട്ടോ ഇവിടെ കാണാം. ഗവർണർ ആനന്ദ ബോസിന്റെയും ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയുടെ ഫോട്ടോ ഇവിടെ കാണാം. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററിന്റെ പേര് ഫോട്ടോ ഇവിടെ കാണാം. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സെയ്നി. നയാബ് സിംഗ് സെയ്നി. അതിനടുത്ത പേജിൽ പോവാം. ഇല്ല, ഇവിടെ ഒന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, ആവശ്യമുള്ള ന്യൂസുകളില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെ അതുപോലെ തന്നെയാണ്, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത് പേജ് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ പറയണം. ഒന്നെന്ന് പറയുന്നത് CWC എന്താണെന്ന് അറിഞ്ഞിരിക്കണം. CWC എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 CWCs ഉണ്ട്. ഫസ്റ്റ് CWC എന്ന് പറഞ്ഞാല് സെൻട്രൽ വാട്ടർ കമ്മീഷൻ. എന്താണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ? നമ്മള് ഇറിഗേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്
പ്രവർത്തിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി, നമ്മളുടെ വാട്ടർ ഇറിഗേഷൻ മാത്രമല്ല, നമ്മളുടെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഗുലേറ്ററി അതോറിറ്റി ആണ് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന CWC, സെൻട്രൽ വാട്ടർ കമ്മീഷൻ. അത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുക. രണ്ടാമത്തെ CWC എന്ന് പറയുന്നത് അതൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഇവിടെ ആപ്റ്റിറ്റ്യൂഡിൽ എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന 3-4 കുട്ടികൾക്ക്, നിങ്ങളിപ്പം നമ്മളിവിടെ റിസൾട്ട്സ് നോക്കാൻ പോയാൽ കുറേ പേജസ് ഓഫ് റിസൾട്ട്സ് നമ്മളുടെ വെബ്സൈറ്റിലുണ്ട്, aptitude.com. അതിൽ എനിക്ക് തോന്നുന്നു 6 to 7 years ബാക്ക് ഒരുമിച്ചൊരു 3-4 പേര് CWCയിൽ ജോയിൻ ചെയ്തു. അവരൊക്കെ ഇപ്പം നല്ല പൊസിഷൻസിൽ എത്തി, നല്ല സാലറി, അവർ ഓഫീസറായിട്ട് തന്നെ അന്നേ കയറിയത്. CWCയിലൊക്കെ ഭയങ്കര സാലറിയാണ്. CWC മീൻസ് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ. വെയർഹൗസിംഗ് ആയിരുന്നു ഇവിടെ, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഗോഡൌൺസ്, അതാണ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷന്റെ പണി എന്ന് വെച്ചാൽ അവർ അവിടെ ഇവിടെ എല്ലാ വെയർഹൗസുകൾ ഉണ്ടാക്കിയിട്ട്, ഇവിടെ തിരുവനന്തപുരത്തുണ്ട് CWCയുടെ വെയർഹൗസ്. ഈ വെയർഹൗസ് നമുക്ക് വാടകയ്ക്ക് എടുത്ത് നമ്മളെ സാധനം കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരുടെ പ്രോഫിറ്റ്. CWC is one of the mini Ratna companies in India. 3 types of government of India's companies are there. First one is Maharatna. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഗവൺമെന്റ് കമ്പനീസിനെ മഹാരത്ന എന്ന് പറയും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC, NDPC, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. All these institutions are government institutions and they are making huge profit and they are classified as Maharatna companies. അതിൽ താഴെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് നമ്മൾ പറയും നവരത്ന കമ്പനീസ് എന്ന് പറയും. നവരത്ന കമ്പനീസ് അവരുടെ പ്രോഫിറ്റ് ടേൺ ഓവർ ഒക്കെ അതിനേക്കാളും കുറവായി. മൂന്നാമത് അവർക്കും പ്രോഫിറ്റ് ആയിരിക്കും, ഇറ്റ് വിൽ ബി ലെസ് ദാൻ നവരത്ന ആൻഡ് മഹാരത്ന കമ്പനീസ്. അവരെ പറയും മിനി രത്ന. സോ CWC is a മിനി രത്ന കമ്പനി. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ജസ്റ്റിസ് ഹിമ കോഹ്ലി എന്ന് പറയുന്ന ഒരു ലേഡി എന്നല്ല, അവര് സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്, ജസ്റ്റിസ് ഹിമ കോഹ്ലി. ഈ ജസ്റ്റിസ് ഹിമ കോഹ്ലി സുപ്രീം കോടതിയിലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈന്റ്സ് പാനലിന്റെ ഹെഡായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. സുപ്രീം കോടതി എന്ന് വെച്ചാൽ എത്രയെങ്കിലും എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥലമല്ലേ, ജഡ്ജിമാർ മാത്രമല്ലല്ലോ അവിടെയുള്ള, ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈന്റ്സ് പാനലിന്റെ ഹെഡായിട്ട് ജസ്റ്റിസ് ഹിമ കോഹ്ലി. 2 വിമൻ ജഡ്ജിമാരാണ് ഇന്ന് സുപ്രീം കോടതിയിലുള്ളത്. ഒന്ന് ജസ്റ്റിസ് ഹിമ കോഹ്ലിയും രണ്ടാമത് ജസ്റ്റിസ് BV നാഗരത്നയും. ഇവര് തമിഴ്നാടുകാരിയാണെന്നാണ് എന്റെ വിശ്വാസം. ഇവരാവും ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യക്ക് ഇതുവരെയ്ക്ക് വുമൻ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല. ഷീ വിൽ become the first woman chief justice of India. She is in line to become the chief justice of India, and once she become the chief justice of India, she will be the first woman chief justice of India. അത് എഴുതണ്ട കാര്യം, അവരായിട്ട് എഴുതാം. ഇനി ഇവർ രണ്ടുപേരുമാണ് വുമൻ ജഡ്ജിമാരെന്നുള്ള സുപ്രീം കോടതിയില്ല. പിന്നെ ബിസിനസ് പേജിൽ GST കളക്ഷനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. GST കളക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. GST കളക്ഷൻ എല്ലാ മന്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1.73 lakh crore ആണ് കഴിഞ്ഞ മാസത്തെ GST കളക്ഷൻ. പിന്നെ ഇവിടെ സത്യത്തിൽ വേറെ ന്യൂസുകളൊക്കെ എക്കണോമി ബന്ധപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. ബാക്കി ഓട്ടോമൊബൈൽസിന്റെ സെയിലിനെ കുറിച്ച് അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അതിനടുത്ത പേജ് പോവാം. അതിനടുത്ത പേജ് സയൻസ് പേജ് ആണ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങളെ പറ്റുമെങ്കിൽ ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കണേ. ഈസ് എ ഫ്യൂച്ചർ പാലസ്റ്റീൻ സ്റ്റേറ്റ് പോസിബിൾ? ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഡിറ്റോറിയൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു there is no country called Palestine. Palestine is not an official country. Palestine is not recognized as an official country by United Nations. India recognized Palestine, Norway recognized Palestine, Spain recognized Palestine, many Arabian countries recognized Palestine, but officially still Palestine is not a country. അപ്പൊ പാലസ്തീൻ എപ്പോഴെങ്കിലും ഒരു കൺട്രി സ്റ്റാറ്റസ് കിട്ടുമോ എന്ന് പരിശോധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. പാടാണ് ഉടനെ. അതിന് പല പല കാരണങ്ങളുണ്ട്. അത് ഈസിയാണെന്ന് നമുക്ക് തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നുന്നു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഇസ്രായേൽ പാലസ്റ്റീൻ ഇഷ്യൂ. ടു സ്റ്റേറ്റ് സൊല്യൂഷൻ മീൻസ് സൈമിൾട്ടേനിയസ്ലി കോഎക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്, അറബ് പാലസ്റ്റീനും ജൂയിഷ് ഇസ്രായേലും. എളുപ്പമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം, പക്ഷെ അങ്ങനെ എളുപ്പമല്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല,
യഥാർത്ഥത്തിൽ 1948 ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടാവുമ്പോൾ UN ഇസ്രായേലിന് കൊടുത്ത ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിനെ പോലും ഈ 48 തന്നെ അവർ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇസ്രായേൽ രാജ്യം ഉണ്ടാവുന്നത്. 48 UN allocated a land mass of land for Israel, but at the same year itself they expanded that area and they possessed more than what they were agreed for. പിന്നെ എന്ത് സംഭവിച്ചത്? 1967 അവർക്ക് ഒരു വാക്ക് കിട്ടി. 1967 അറബ് രാജ്യങ്ങൾ ഒരു മണ്ടത്തരം കാണിച്ചു. ഈജിപ്തും ജോർദാനും സിറിയയും കൂടെ പോയി അവർ അറ്റാക്ക് ചെയ്തു. 67 വാർ. ആ വാറിൽ അവർ ജയിച്ചു. ആര് ജയിച്ചു? ഇസ്രായേൽ ജയിച്ചു. ജയിച്ചിട്ട് അവര് സിനായ് പെനിൻസുല എന്ന് പറഞ്ഞ ഈജിപ്തിന്റെ കയ്യിലിരുന്ന പ്രദേശം, അതുപോലെ സിറിയയുടെ കയ്യിലിരുന്ന ഗൊലാൻ ഹൈറ്റ്സ്, അതുപോലെ ജോർദാന്റെ കയ്യിലിരുന്ന, എനിക്കൊന്ന് ഗാസയൊക്കെ ജോർദാന്റെ കയ്യിലായിരുന്നു തോന്നുന്നത്, അതുപോലെ അങ്ങനെ കുറെ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു. അതിലാകെപ്പാടെ അവർ തിരിച്ചു കൊടുത്തത് ഈജിപ്തിന്റെ സിനായ് പെനിൻസുല മാത്രമാണ് തിരിച്ചു കൊടുത്തത് ഈജിപ്തിന്റെ കയ്യിലിരുന്ന. ബാക്കി ഫുൾ അവർ ഒക്യുപ്പ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ 67 കുറെ കൂടെ കിട്ടിയ അവരുടെ കയ്യിൽ. അപ്പൊ അവരിപ്പോ ഒരുപാട് ലാൻഡ് അവരുടെ കയ്യിരിക്കുക. അപ്പൊ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പലസ്തീൻകാര്, എസ്പെഷ്യലി പലസ്തീനിലെ ഹമാസ് ഒക്കെ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ 67 പലസ്തീൻ എന്തായിരുന്നോ ആ പ്രദേശങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ്. അത് കൊടുക്കൂല. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ഈ ഒക്യുപ്പൈ ചെയ്ത പ്രദേശങ്ങളെല്ലാം ഇസ്രായേലുകാര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിച്ചു. അപ്പൊ ഏതാണ്ട് 7 ലക്ഷത്തോളം ജൂയിഷ് സെറ്റിലേഴ്സ് ആർ ദെയർ ഇൻ ഓൾ ദീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്. അവരവിടെ നിന്ന് വിത്ഡ്രോ ചെയ്താലേ ഈ പ്രദേശങ്ങൾ തിരിച്ച് പലസ്തീനു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് വിത്ഡ്രോ ചെയ്യിപ്പിക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. പക്ഷെ ഗവൺമെന്റ് വിചാരിക്കൂല. കാര്യം വേറെ ഒന്നുമല്ല, they all are very politically powerful people. These settlers in these illegal occupied territories, settlers എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ അവരെ ഒഴിപ്പിക്കാൻ ഈ ബെഞ്ചമിൻ നെതന്യാഹു വല്ല നാളെ അങ്ങനെ അപ്പുറത്തം എന്തായാലും നടക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ 1967 ബൗണ്ടറി അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് പലസ്തീനിന് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 സ്റ്റേറ്റ് സൊല്യൂഷന്റെ പ്രോബ്ലം അതാണ്. അതുകൊണ്ട് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. എന്തായാലും ഓക്യുപ്പൈഡ് ടെറിട്ടറി ആണ്, ഇല്ലീഗലി ഓക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രദേശമാണ്. പിന്നെ വൈസ് ദർ എ ഫ്രഷ് റോ ആൻഡ് മുല്ലപ്പെരിയാർ. വേറെ ഒന്നും അല്ല, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗമൊക്കെ കൂടായിരുന്നതാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പം അത് ആ പ്രദേശം പിന്നീട് അത് തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കില്ല. തമിഴ്നാട് പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അനുകൂലമേ അല്ല. അപ്പൊ അവരത് ഒപ്പോസ് ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. അതിനെ കുറിച്ച് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, വേണമെന്നുള്ളത് വായിച്ചു നോക്കുക. പിന്നെ ഇത് കോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. കോളിൽ പല ഗ്രേഡിംഗ് ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോളിന്റെ ഗ്രേഡിംഗ് വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. അതിലെ കാർബൺ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ്. കോളിന്റെ അകത്ത് കാർബൺ മാത്രമല്ല, കാർബണും വേറെ പല സാധനങ്ങളും ഉണ്ട്. അപ്പം ഈ കാർബണിന്റെ കണ്ടന്റ് എത്രത്തോളം കൂടും എന്നുള്ളതിനനുസരിച്ച് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റും കൂടും. അപ്പൊ കാർബണിന്റെ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് കൂടിയ കോളായിരിക്കും. അപ്പൊ ഇന്ത്യയിലേക്ക് കിട്ടുന്ന കോള് ഗ്രേഡ് കുറഞ്ഞാണ്, കാര്യം അതിൽ കാർബൺ കണ്ടന്റ് കുറവാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആർട്ടിക്കിളാണ്. പിന്നെ ഇയാളെ കുറിച്ച് ഇത് നിങ്ങളിപ്പോ പഠിക്കണ്ട. കീർ സ്റ്റാമർ എന്ന് പറയുന്ന ആള്, ആക്ച്വലി ഇയാള് ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആവും. കാരണം അവിടെ ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോയാണ്. അതിൽ ഋഷി സുനാക് തോക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ എതിരാളിയാണെങ്കിൽ. പിന്നെ പായൽ കബാഡിയെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചാലും കുഴപ്പമില്ല. പായൽ കബാഡിയ ഞാൻ പറഞ്ഞതാണ്. പായൽ കബാഡിയ ആരാണ്? ഇപ്പൊ കാൻസ് ഫിലിം ഫെസ്റ്റിവലില് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മൂവി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ സെക്കൻഡ് ബെസ്റ്റ് മൂവി ആയിട്ട് സെലക്ട് ചെയ്തത്. സെക്കൻഡ് ബെസ്റ്റ് മൂവിക്ക് കൊടുക്കുന്ന അവാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡാണ്. ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് വിൻ ചെയ്തവര് അതാണ് പായൽ കബാഡിയ. ഇവരെ മൂവിയിലാണ് കനി കുസൃതി ഒക്കെ അഭിനയിച്ചത്. ഓക്കെ, പിന്നെ ഇയാളെ കുറിച്ചൊന്നും വേണ്ട, അത് ഹോങ്കോങ്ങിൽ ലീഡ് ചെയ്യുന്ന ആളിനെ കുറിച്ചും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ നത്തിങ് ഈസ് ദെയർ, നമുക്ക് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും. അതിന്റെ സ്പോർട്സ് പേജിൽ ഞാൻ പറഞ്ഞ ഇപ്പൊ T20 വേൾഡ് കപ്പും ഫ്രഞ്ച് ഓപ്പണും ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് നോട്ട് ചെയ്തെടുക്കുക. താങ്ക് യു.